മറക്കരുത് മാറാട്. വെള്ളാപ്പള്ളി വീണ്ടും മാറാട് ഓർമ്മിപ്പിക്കുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുമ്പോഴാണ് വെള്ളാപ്പള്ളി വളരെ പെട്ടെന്ന് മാറാട് ഇനിയും ആവർത്തിക്കും, സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അനവസരത്തിൽ പാണക്കാട് തങ്ങൾ സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് പറഞ്ഞു. അത് മര്യാദകേടാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ലീഗ് കയറി അഭിപ്രായം പറയുന്നു. അപ്പോൾ നമ്മൾ മാറാടിനെ കുറിച്ച് പറയുമ്പോൾ ഗോത്ര മറച്ചു വെച്ചിട്ട് ഗുജറാത്ത് പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് അല്ലെങ്കിൽ CPM എപ്പോഴും മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് മാറാട്. 2002 ജനുവരി 3, 4 തീയതികളിലായി ആദ്യ മാറാട് കലാപം. 2003 മെയ് 2 ആസൂത്രിതമായി ഹിന്ദുക്കളെ അരയ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി നടന്ന രണ്ടാം മാറാട് കൂട്ടക്കൊല. കലാപമൊന്നുമല്ല, കലാപം 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടപ്പോഴാണ്, കൂട്ടക്കൊലയാണ്. അതേക്കുറിച്ച് തോമസ് P. ജോസഫ് കമ്മീഷൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ സാർ ഓർക്കുന്നുണ്ടാവും. അതായത് ഞാനും ആ കേസ് ഹൈക്കോടതി വരുമ്പോൾ, സാറ് ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോൾ ഞാൻ നിയമകാര്യ ലേഖകനായിട്ട് കോടതിയിലുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന്, ഇത് ആസൂത്രിതമാണ്. വലിയ തോതിൽ ഇതിനുവേണ്ടി പദ്ധതികളും ആയുധങ്ങളും ധനസഹായവും വന്നിട്ടുണ്ട്, ഗൂഢാലോചനയുണ്ട്. NDF, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ രൂപമായ NDFന് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മാറാട് ജുമാ മസ്ജിദിൽ ആയുധങ്ങൾ സംഭരിച്ചു. പ്രതികൾ അവിടെ ഒളിവിൽ കഴിഞ്ഞു. അങ്ങോട്ട് പോലീസ് കയറാതിരിക്കാൻ വേണ്ടി വലിയ തോതിൽ ജനക്കൂട്ടം, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ വന്ന് പൊതിഞ്ഞു നിന്നു. ഇങ്ങനെയൊക്കെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതിന് ശേഷം ജസ്റ്റിസ് തോമസ് P. ജോസഫ് കമ്മീഷൻ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. പക്ഷേ കേരളത്തിൽ അതിനുശേഷം വന്ന UDFൻ്റെയും LDFൻ്റെയും സർക്കാരുകൾ മാറാടിൽ CBI അന്വേഷണം വേണ്ട എന്നാണ് നിലപാടെടുത്തത്. കാരണം അത് അന്താരാഷ്ട്ര തലത്തിലുള്ള, ഞാൻ വാക്ക് തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നമ്മൾ ഹമാസിനെയൊക്കെ കാണുന്നുണ്ടല്ലോ, രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ശക്തികൾ കേരളത്തിൽ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു മാറാട്. ആ മാറാട് വീണ്ടും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ച സാഹചര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം വരുന്നുണ്ട്. വീണ്ടും UDF വരുന്നു, ആൻ്റണി ഭരിക്കുമ്പോൾ UDFൻ്റെ കാലത്താണ് മാറാട് നടന്നത്. ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അത് വെള്ളാപ്പള്ളി വളരെ ജാഗ്രതയോടെ ഒരു ഓർമ്മിപ്പിക്കലാണ് നടത്തിയത്. ഈ മാറാട് സംഭവം നടന്ന് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് അന്നത്തെ DGP ഹോർമീസ് തരകൻ കോഴിക്കോട് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഞാനുമായിട്ടൊരു എക്സ്ക്ലൂസീവ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഈ മാറാട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപം എന്ന അർത്ഥത്തിലാണ് മാധ്യമങ്ങളൊക്കെ അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം വിളിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വിളിപ്പിച്ച് സംസാരിക്കുക. അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയി. അപ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു പക്ഷേ ഞാനിപ്പോഴും സംശയിക്കുന്ന ആൻ്റണി പറഞ്ഞിട്ടാണോ എന്നെ വിളിപ്പിച്ച് സംസാരിച്ചതെന്നാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ DGP അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് അദ്ദേഹം ചോദിച്ചത്, മാറാട് കലാപത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? അപ്പോൾ ഞാനന്ന് ഈ പത്രങ്ങളിൽ ലഭിച്ച പൊട്ടുപൊടിയെല്ലാം കൂടെ വെച്ച് വിട്ടു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, മാറാട് കലാപത്തിൻ്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യമാണ്. അതൊരു പുതിയ അഭിപ്രായമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ അത്? ആ മാറാട് തീരപ്രദേശത്ത് നിന്ന് ചില സമുദായങ്ങളെ കൂട്ടത്തോടെ ഓടിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഒരു വ്യവസായ ഗ്രൂപ്പ് വലിയ ചില സംരംഭങ്ങളുമായിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഭയപ്പെടുത്താൻ വേണ്ടി അവിടെ ഏത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവിടുന്ന് ഭയന്ന് മാറി അവിടുത്തെ ലാൻഡ് ചീപ്പാകണം, എന്നിട്ടത് വാങ്ങിക്കൂട്ടണം. അങ്ങനെ ഒരു വ്യവസായ താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ. അതാരും കാണുന്നില്ല. അത് എനിക്ക് അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ അത് കൂടുതൽ ബോധ്യമാവുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങയെ കൂട്ടി കേട്ടോ? അത് വേണ്ട, ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ് എന്നിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാനിത് ഭംഗ്യം തരേണേ അദ്ദേഹത്തെ കൂട്ടി ചെയ്യാതെ കലാകുമുദിയിലന്ന് ഇതേപ്പറ്റി എഴുതിയപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. സൂചിപ്പിക്കല്ല, വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ അത് പൊതുസമൂഹം അതിനു മുമ്പ് തന്നെ ഇതൊരു വർഗീയ കലാപമായിട്ട് അങ്ങോട്ട് ചേരിതിരിഞ്ഞു. അല്ല, സാർ വിശ്വസിക്കുന്നുണ്ടോ വർഗീയ കലാപമായിരുന്നില്ല? വർഗീയ കലാപം അല്ല, അതിൻ്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തിക താല്പര്യങ്ങളും എന്നാണോ? കാരണം കേരളത്തിലെ കടൽ തീരങ്ങളുടെ ഒരു ചരിത്രം എടുത്താൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ വന്നാൽ കടൽ തീരത്തിന് ജാതിയുണ്ട്.
ഉണ്ട്. കടൽ തീരത്തിന് കടൽ ചില അത് സമുദായക്കാരുടെ നമ്മുടെ കയ്യിലാണ്. മലയോരത്തിനുമുണ്ട്, ഇടനാടിനും എല്ലാത്തിനും അതെ, ഉണ്ട്. പക്ഷേ മലയോരത്തിൻ്റെ രാഷ്ട്രീയവും ജാതിയും നമുക്കറിയാം. പക്ഷെ കടൽ തീരങ്ങൾക്ക് ജാതിയുണ്ട്. അതിൽ നിന്ന് ഭിന്നമായി ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള ഒരു കടൽ തീരം കോഴിക്കോട് മാറാടാണ്. മാറാട് മാത്രമാണ്. അതെ അതെ. അപ്പോൾ ഈ കടൽ തീരങ്ങളിൽ തങ്ങളുടെ വരുതിയിലും സ്വാധീനത്തിലും ആണെങ്കിൽ കണ്ടെയ്നറിൽ പാകിസ്ഥാൻ നോട്ട് വരെ എത്തിക്കാം. അത് തീരപ്രദേശം അവരുടെ ഒരു സേഫ് ഹേവനാക്കി മാറ്റുക എന്ന ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. വക്കഫ്, നമ്മുടെ മുനമ്പത്തെ വക്കഫിന് പിന്നിൽ പോലും അതുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും അവിടുത്തെ ക്രിസ്ത്യാനികളെ ഓടിക്കുക. ഉണ്ട്. ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചുള്ള വലിയൊരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ ദുരുദ്ദേശങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ അതുപോലെ മാറാട് ആവർത്തിക്കപ്പെട്ട വഴക്കാണ് അല്ലേ? സംഘടനവും തോമസ് ടി ജോസഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് വെറുതെ ഉണ്ടായതൊന്നുമല്ല. 2002 നടന്നതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ആസൂത്രിതമായി വലിയ തോതിൽ ആയുധവും പണവും കൊടുത്ത് സംഘടിപ്പിച്ചതാണ്. അതെ അതെ. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്തു. ഹിന്ദുക്കളെ എന്തിനാണ് പ്രത്യേകം? സാറിന് പറയാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് മടിയൊന്നുമില്ല. ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തു. അതാണ് മാറാട് കലാപം. അതിനു മുമ്പ് 2 മുസ്ലിങ്ങൾ മരിച്ചു. മുസ്ലിങ്ങളല്ല, 2 മുസ്ലിങ്ങൾ മരിച്ചപ്പോൾ 3 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. അതെ അതെ. ആദ്യത്തെ മാറാട്. അതെ. അപ്പോൾ അവസാനം അതൊരു വലിയ കയ്യിൽ നിന്ന് പോകുന്ന ഒരു തരത്തിലേക്കായി. AK ആൻ്റണി ഭയങ്കരമായി വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപലപനീയവും വെറുക്കപ്പെടേണ്ടതും തടയേണ്ടതുമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പരിണതഫലം ഇമ്മീഡിയറ്റായിട്ട് ആൻ്റണി അനുഭവിച്ചു. പിന്നീട് എറണാകുളത്ത് നടന്ന ബൈ ഇലക്ഷനിൽ കോൺഗ്രസ്സിനെ തറപറ്റിച്ചു. തുടർച്ചയായിട്ട് കോൺഗ്രസ് ആൻ്റണിയുടെ കാലത്ത് തോൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പാർലമെൻറ്റ് ഇലക്ഷനിൽ കൂട്ടത്തോൽവി ഉണ്ടായതോടെ അത് മുസ്ലിം വോട്ടുകളുടെ പ്രശ്നമാണോ? പിന്നെ തൊഗാഡിയ എന്ന് പറഞ്ഞ് ആൻ്റണിയുടെ തല വെട്ടി മാറ്റിയിട്ട് തൊഗാഡിയയുടെ പടം വെച്ചിട്ട് കേരള തൊഗാഡിയ എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി ഈ എറണാകുളത്ത്. അങ്ങനെയാണ് എറണാകുളത്തെ ബൈ ഇലക്ഷൻ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ചകളിൽ ഈ നോട്ടീസ് വിതരണം ചെയ്തു. അങ്ങനെ ജോൺ മത്സരിച്ചത്. അത് സെബാസ്റ്റ്യൻ പോൾ ആദ്യമായിട്ട് ദീർഘകാലത്തേക്ക് 5 കൊല്ലത്തേക്ക് പാർലമെൻറ്റിൽ പോയത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഇനി കോൺഗ്രസ് കേരളത്തിൽ UDFോ കോൺഗ്രസ്സോ ജയിക്കരുതെന്ന് ചിലർ തീരുമാനിച്ചിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. അവസാനം ആൻ്റണി പ്രിമച്വർ സ്റ്റേജിൽ രാജിവെച്ചിട്ടാണ് സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ഓണത്തിന് യാത്രയാക്കി. വർക്കലയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ യാത്രയായ അവരും പിന്നെ വിമാനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിലാണ് ആൻ്റണി ഞാൻ എൻ്റെ ഗവൺമെൻറ് രാജി സമർപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അതൊരു ഓണക്കാലത്താണ്. അന്ന് നമുക്ക് വലിയൊരു അങ്കലാപ്പ് തോന്നി. സോണിയാഗാന്ധി ഗുരുദേവ ജയന്തി ഉദ്ഘാടനം ചെയ്ത വാർത്ത ആൻ്റണിയുടെ രാജ്യപ്രഖ്യാപനത്തോടെ താഴെയായി മുങ്ങിപ്പോയി. ഇത് ആൻ്റണി ഭയങ്കര ഒരു വാദമാണല്ലോ ചെയ്തതെന്ന്. അന്ന് അല്ലെങ്കിൽ സോണിയയുടെ പ്രസംഗം മെയിൻ സ്റ്റോറി ആകേണ്ട കേരളമതിലിരുന്ന എനിക്കൊക്കെ അതൊരു വിഷമം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ തരത്തിൽ വാർത്താ പ്രാധാന്യം മാറാനിടയാകുന്ന ഒരു പ്രഖ്യാപനത്തിന് ആൻ്റണിയെ പ്രേരിപ്പിച്ചതും മുസ്ലിം വർഗീയതയുടെ ഭീകരത മൂലമാണ്. ഞാനും ഓർക്കുന്നുണ്ട് സാർ. അത് അന്ന് ഞാനും ഉണ്ട് കേരളമതിയിൽ. സാർ ഓർക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ കേരളമതി ഒരു എഡിറ്റോറിയൽ ഹൈഡ്രയുടെ ശിരസുകൾ എന്ന് പറഞ്ഞു വെട്ടിമാറ്റിയാൽ പിന്നെയും കിളുത്ത് വരുന്ന ശിരസ്. അത് AK ആൻ്റണി ഇവിടെ എറണാകുളത്ത് വന്നു. നമ്മുടെ വൈപ്പിനിൽ പരമ്പുകാടോ അങ്ങനെ സ്ഥലമുണ്ട്. അവിടെ രാമൻകുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു പഴയ കോൺഗ്രസ് നേതാവിൻ്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് ഗോശ്രീ പാലമൊന്നുമില്ല. ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ആൻ്റണി ഒരു ബോട്ടിലാണ് പോകുന്നത്. ബോട്ടിൽ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ അപ്പോൾ ഇവിടുന്ന് അത്രയും ദൂരെ ആയതുകൊണ്ട് അധികം പത്രപ്രവർത്തകരൊന്നും പോകില്ല. മാതൃഭൂമിയിലെ ഇപ്പോൾ വലിയ കമൻറ്ററേറ്റർ ആയിട്ടിരിക്കുന്ന ഷൈജുമോനും കേരളമതിൽ നിന്ന് ഞാനുമാണ് മുഖ്യമന്ത്രിയോടൊപ്പം പോകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന ചേംബറിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. അങ്ങനെ ഹൈഡ്രയുടെ ശിരസുകൾ എന്ന എഡിറ്റോറിയൽ വന്ന ദിവസമാണ്. അപ്പോൾ ആൻ്റണി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരളം മുതൽ എഡിറ്റോറിയൽ വായിച്ചു. പരമാർത്ഥമാണ്. നിങ്ങളതൊന്നും പത്രത്തിൽ പറയാനല്ല ഞാൻ പറയുന്നത്. ഇത് അതിൻ്റെ പേരിൽ ഞാൻ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പത്രത്തിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അപ്പോൾ ആൻ്റണിക്ക് ഭയങ്കരമായ പ്രഷറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തെ ശ്വാസം മുട്ടിക്കാനും പിന്നെ എൻ്റെ പേരിൽ സമ്മർദ്ദം ചെലുത്താനും ആരും ശ്രമിക്കണ്ട എന്ന് ഒരു തവണ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നുണ്ട്. പിന്നൊരു തവണ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേരിൽ ആരും ഇനി ഗ്രൂപ്പ് കളിക്കുകയും വേണ്ട. അത് ഉമ്മൻചാണ്ടിക്കും ആൻ്റണി ഇല്ലാത്ത ആൻ്റണി ഗ്രൂപ്പായി. അത് നമ്മൾ ഒരുപാട് കളിയാക്കി എഴുതിയതൊക്കെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയും
പെട്ടെന്ന് ആൻ്റണിയെ ഉപയോഗിച്ച് കേരളത്തിൽ കോൺഗ്രസിനൊരു ഭരണം നയിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. പക്ഷേ സാറേ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ ഹോർമിസ് തരകൻ പിന്നീട് റോയുടെ തലവനായി. റോയുടെ തലവനായിരുന്നിട്ടല്ല ഇങ്ങോട്ട് വന്നത്. അതോ തിരിച്ച് ഇവിടുന്ന് ഡെപ്യൂട്ടേഷനിലാണോ? എനിവേ റോയുടെ തലവൻ ഒന്നെങ്കിൽ റോയുടെ തലവൻ ആയി തിരിച്ച് ഇവിടുന്ന് റോയിലേക്ക് പോയി എൻ്റെ ഓർമ്മ. റോയിലിരുന്നാണ് അദ്ദേഹം വിരമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വെറുതെ അത് വലിയ ക്രെഡൻഷ്യൽസ് ഉള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഓഫീസറാണ് ഹോർമിസ് തരകൻ. ഇവിടുത്തെ ഈ മണിയടി പാർട്ടിയൊന്നുമല്ല. അദ്ദേഹം വലിയൊരു അഭിജാതമായ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെറും വാക്കായിരിക്കില്ല, അതിനകത്ത് കുറേ ഫാക്ട്സ് ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞ ഈ വർഗീയത ഉയർത്തി വിടുന്ന ആളുകളുടെ പിന്നിൽ സാമ്പത്തിക താല്പര്യം ഉണ്ടാവും, താല്പര്യം, ഭീകര താല്പര്യവും ഒക്കെ എല്ലാം ഇത് കണക്റ്റഡ് ആണ്. പക്ഷെ അത് ആരായിരിക്കും ആ വ്യവസായ ഗ്രൂപ്പ്? ചില പേരുകളും അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ നമുക്ക് ഈ അമ്മയ്ക്ക് മുന്നിൽ പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല അവർക്ക് പാർലമെൻറ്റിൽ പോലും പ്രാതിനിധ്യമുണ്ട് ചിലർ, അതിൽ ചില ആളുകൾക്ക്. അപ്പോൾ അത് നമ്മളിപ്പോൾ പൊതുവേദിയിൽ പറഞ്ഞ റെക്കോർഡില്ല. ഇല്ല, റെക്കോർഡില്ല. മാത്രമല്ല ഹോർമിസ് തരകൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹത്തോട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത, എനിക്ക് ചില ധാരണകളുണ്ട് സാറ് പറഞ്ഞതിൽ നിന്നും കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നവർ മനസ്സിലാക്കട്ടെ. പക്ഷേ മാറാട് ഈ കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു CBI അന്വേഷണം വരുന്നതിന് CPM എതിർത്തു. CPMനും താല്പര്യമില്ലായിരുന്നു. അത് കേരളത്തിലെ സംഘടിത മുസ്ലിമിനെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും ഇവിടുത്തെ UDF LDF ചെയ്യത്തില്ല, ഇപ്പോഴും ചെയ്യില്ല. ഇപ്പോൾ അതിനേക്കാൾ കൂടുതലാണല്ലോ. മുസ്ലിം പ്രീണന സമീപനം കോൺഗ്രസിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പിണറായി വിജയൻ തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പലപ്പോഴുമുള്ള നിലനിൽപ്പ് പോലും അങ്ങനെയായി. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് പോൾ ഫലമല്ലേ വന്നുള്ളൂ. 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ലീഗ് ഏത് മുന്നണിയിൽ നിൽക്കുമെന്ന് കൂടി അന്നേരമേ അറിയാൻ പറ്റും വ്യക്തമായിട്ട്. പക്ഷേ എന്തൊക്കെയാലും മാറാട് കൂട്ടക്കൊലയുടെ കേസ് വിചാരണ നടന്ന് ശിക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും ഉണ്ടായിരുന്നു. അതെ. ലീഗിന് കൈയിടാനൊന്നും പറ്റില്ല. കോഴിക്കോട്ട് ചില പത്രപ്രവർത്തകരെയും കൂടെ ഇതിൻ്റെ മാറാടിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കും സമാധാന കമ്മിറ്റികളിലുമൊക്കെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവിടെ പിന്നീട് പാച്ചപ്പാണ് നടന്നത്. ഏതായാലും മാറാടിൻ്റെ കാലം വീണ്ടും വരുന്നു. അത് വെള്ളാപ്പള്ളി ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു വാണിംഗാണ്. അല്ല, വളരെ ലളിതമായി അതിനെ നമ്മളിങ്ങനെ ഈ അപഗ്രഥിച്ച് എന്നാൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യുന്ന കാലം വീണ്ടും വരുന്നു എന്നല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞത്? അതെ. അല്ല, UDF ഭരണത്തിൽ വന്നാൽ ഇപ്പോൾ UDFൻ്റെ മുഖ്യമന്ത്രിയെ പോലും പാണക്കാട്ട് നിന്ന് തീരുമാനിക്കുന്നു. റിസൾട്ട് പോലും വന്നില്ല. റിസൾട്ട് എക്സിറ്റ് പോളിൻ്റെ ഫലസൂചനം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നയാളായിരിക്കണമെന്ന് കോൺഗ്രസിൽ തർക്കം നടക്കുന്നതിനിടയിൽ ലീഗ് പരസ്യമായി പറയുന്നു. അപ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ലീഗിന് എല്ലാ ആജ്ഞയും നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ മാറാടല്ല, ഡബിൾ മാറാട് നടക്കും എന്നാണ് വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകുന്നത്. അതൊരു സാമൂഹിക സുരക്ഷിത ബോധം ഉള്ള ഒരാളിൻ്റെ രക്ഷിത ബോധത്തിൽ നിന്ന് വരുന്ന അങ്കലാപ്പാണ്. ഏതായാലും വെള്ളാപ്പള്ളിക്ക് ഇത് പറഞ്ഞതിന് ഞാൻ വെള്ളാപ്പള്ളിയെ മനസ്സാൽ കൈയടിക്കുന്നു. കാരണം കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റയാളേ ഉള്ളൂ. ആ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. അതെ, അദ്ദേഹത്തിന് തൂമ്പേ എന്ന് വിളിക്കാൻ ധൈര്യമുണ്ട്. തൂമ്പേ എന്ന് വിളിക്കാൻ. അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. സുജാത സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇത്ര സൂക്ഷ്മമായി വിലയിരുത്തി മാധ്യമരംഗത്ത് നിന്ന ഒരാൾ സുജാത സാറിനെ പോലില്ല. 40 വർഷം അവരായിരുന്നു എൻ്റെ കഞ്ഞി. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് UDF എങ്ങാനും അധികാരത്തിൽ വരും എന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞത് ശരിയാവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുജാത സാറിൽ നിന്നെടുത്ത് പ്രേക്ഷകരിലേക്ക് കൊടുക്കാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ ശ്രമിക്കാതിരുന്നവർ ഉറപ്പായിട്ടും അത് ചെയ്യണം.